ഓർഫൻ സ്പിരിറ്റ് ഈസ് അൻ ഇംപ്യൂർ സ്പിരിറ്റ്. അനാഥ ആത്മാവ് അശുദ്ധാത്മാവാണ്. അപ്പോൾ ഓർഫൻ സ്പിരിറ്റിനെ കുറിച്ചുള്ളതാണ് ഈ ദിവസങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. കാരണം 90% ഓഫ് ദ ബിലീവേഴ്സ് ഹാവ് ദിസ് പ്രോബ്ലം. നമ്മൾ അനാഥരായിട്ടുള്ള ചില ഏരിയയെങ്കിലും നമ്മൾ അനാഥത്വം കാണിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ടും ദൈവത്തിൽ സന്തോഷിച്ച് ജീവിക്കാൻ ഒക്കുന്നില്ല. അതിൽ നിന്ന് അഴിഞ്ഞു പോകണം. അതുകൊണ്ടാണ് ഇത് കർത്താവ് വളരെ തീക്ഷ്ണമായിട്ട് ഇത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദ ഓർഫൻ സ്പിരിറ്റ് ഈസ് ആൻ ഇംപ്യൂർ സ്പിരിറ്റ് ദറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സേറ്റൻ ദ ഡിസ്ട്രോയർ, മർഡറർ ആൻഡ് എ ലയർ. അതായത് അനാഥത്വ സ്പിരിറ്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിശാചാണ്, ലൂസിഫർ. അവന് സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് നിലംപരിശായിട്ട് അരുണോദയ ശുക്രൻ, അതായത് വെട്ടത്തെ വഹിച്ചവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഭൂമി മുഴുവനും ഇരുട്ടിലാക്കിയവൻ ദൈവമക്കൾ സന്തോഷിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഈ ലൂസിഫറിനെ 1/3 ഏഞ്ചൽസിനെയും ഭൂമിയിലേക്ക് വെട്ടേറ്റ് മാറ്റിയപ്പോൾ ഭൂമി പാഴും ശൂന്യമായി തീർന്നെടുത്ത് ദൈവം തൻ്റെ സ്വരൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം ഈ ഭൂമി വെളിച്ചത്തിലാക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ദുഷ്ടപിശാച് പറുദീസയ്ക്കകത്ത് ഏദൻ തോട്ടത്തിൽ ദുഷ്ടപിശാച് ഹവ്വായുടെ അടുക്കൽ ചെന്ന് പല പ്രാവശ്യം പറഞ്ഞ് ദൈവത്തെ പോലെ ആകണം. ദൈവത്തെ പോലെ, ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ പോലെയല്ലേ അല്ലേ? ചിന്തിച്ചു. എൻ്റെ മക്കളെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ സ്വഭാവമല്ലേ എൻ്റെ മക്കളിൽ കാണുന്നത് അല്ലേ? എൻ്റെ അമ്മയുടെ അപ്പൻ്റെ സ്വഭാവം എന്നിലുള്ളത്. സെയിം ക്യാരക്ടർ. ദ ഓൾഡർ ഐ ബിക്കം ലൈക്ക് മൈ മദർ. അപ്പം ഈ പിതാവിൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ച ഹവ്വായ്ക്ക് പോലും തെറ്റുപറ്റി. ദൈവത്തെ പോലെ ആകണം. അങ്ങനെ അവൾ തെറ്റുപറ്റിച്ച് ആദ്യം ഹവ്വ തെറ്റുപറ്റി ചെയ്തു. ആദം കൂട്ടുനിന്നു. നമ്മളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് മാറിപ്പോയി. അതോടുകൂടി പിശാചിലുള്ള ദുരാത്മാവ് മനുഷ്യരിൽ കയറി. അത് ഈ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. മക്കൾക്ക് വേണ്ടി അമ്മമാർ പ്രാർത്ഥിക്കുമ്പം ഇത് ചെയ്ത് അവരെ വചനം വായിപ്പിക്കൂല. ഒരു കാലത്ത് വചനം വായിച്ചവരായിരിക്കും, പക്ഷേ അങ്ങ് ഡൗട്ട് ആഫ്റ്റർ ഡൗട്ട്, ഇങ്ങനെ ലെയർ ആഫ്റ്റർ ലെയർ വന്നിട്ട് ദൈവത്തിൽ നിന്ന് അകന്നങ്ങ് പോവുകയാണ്. പക്ഷെ കർത്താവിന് ഒരു നിമിഷം കൊണ്ട് വെട്ടിമാറ്റാം. പക്ഷെ അതുവരെ ആര് പ്രാർത്ഥിച്ചു നിൽക്കും? അടുത്ത തലമുറകൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പം അറിയത്തില്ല എന്ന് പറഞ്ഞ് മുൻ തലമുറകൾ നിൽക്കുന്നതാണ് ഓരോ തലമുറയിലും ഇറോഷൻ വരുന്നത്. 1964, 65 വർഷങ്ങളൊക്കെ ഹിപ്പി മൂവ്മെൻറ്റ് തുടങ്ങിയതിൻ്റെ റീസൺ വീട്ടിൽ അമ്മമാരില്ലാതായി മക്കൾ റോഡിലിറങ്ങാൻ തുടങ്ങി. അമേരിക്കയിലാണ് ആദ്യം തുടങ്ങിയത്. ഇന്നിപ്പോൾ എല്ലായിടത്തും സാർവത്രികമായി. ഇന്ന് പുരുഷന്മാർക്ക് ജോലിയില്ല, സ്ത്രീകൾക്ക് ജോലിയുണ്ട്. സ്ത്രീകൾ പുരുഷന്മാരുടെ ജോലി ചെയ്യാൻ തുടങ്ങി. പുരുഷന്മാർക്ക് ജോലിയില്ലാതെ അവർ കള്ളു കുടിക്കാൻ തുടങ്ങി. ഇത് അവർക്ക് വിവേകമില്ല, അവിവേകമാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്വമില്ല. ഉത്തരവാദിത്വം എടുക്കാൻ എങ്ങനെ ഒക്കും? കാരണം നമ്മളെക്കാട്ടിൽ കഴിവുണ്ടെന്ന്. സ്ത്രീകൾക്ക് 5 കാര്യങ്ങൾ ഒരു സമയത്ത് ചെയ്യാം, പുരുഷന് ഒരു കാര്യം ഒരു സമയത്ത് ചെയ്യാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന കൃപകൾ, അതായത് വീട്ടിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒരുപോലെ അടുപ്പിച്ച് ചെയ്യാൻ, വുമൺ ഈസ് എ മൈറ്റി വോറിയർ ഫോർ ദ മാൻ, അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷെ അതെല്ലാം കടപൊഴുതെറുതി കളയുന്നതനുസരിച്ച് നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യം, ഈ സ്ത്രീ സ്വാതന്ത്ര്യം, ഫെമിനിസം, ശക്തീകരിക്കുക, ബലപ്പെടുത്തുക. ഇപ്പോഴത്തെ ഒരു പുതിയ തത്വമാണ് സ്ത്രീകളെ ശക്തീകരിക്കുക, ബലപ്പെടുത്തുക. വാട്ട് ഹാപ്പൻസ്? ഡിവോഴ്സ് സംഭവിച്ചാൽ പോലും സ്ത്രീയുടെ കുഴപ്പമാണേലും പുരുഷന്മാരുണ്ടാക്കുന്ന മുഴുവനും സ്ത്രീകൾക്ക് ചെന്നിരിക്കണം. അവർക്ക് ജോലിയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. സോ ദർ ഈസ് ദ തിങ്സ് ഹാസ് ടു ചേഞ്ച് അറൗണ്ട്. സം സ്റ്റേറ്റ്സ് ഇറ്റ് ഈസ് ചേഞ്ചിങ്. അപ്പോൾ ഈ ശക്തീകരിക്കുക, ഉറപ്പിക്കുക, ബലപ്പെടുത്തുക എന്നൊക്കെ നമ്മൾ പറയുമ്പം ഫെമിനിസ്റ്റാണ് ദൈവം. യേശുക്രിസ്തു ഫെമിനിസമാണ്. യേശുക്രിസ്തു ഫെമിനിസ്റ്റും അല്ല, പുരുഷത്വം അല്ല. യേശുക്രിസ്തു ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മളെ തിരിച്ചു പിതാവിലാക്കുന്ന ആ സത്യമർമ്മം നമ്മൾ ഓർഫൻ സ്പിരിറ്റ് ആകുമ്പം നമ്മൾ ഓരോ തരത്തിൽ അത് വെച്ചിട്ട് ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന ഈ വാക്വത്തിനെ അല്ലെങ്കിൽ ഇരുട്ടിനെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. Does this make sense? I don't know. നമ്മളീ പറയുന്ന ഓരോന്നും ഇരുട്ടിനെ ഓട്ടം കൊണ്ട് അടച്ചിട്ട് ഉറപ്പിച്ച് വെച്ചിട്ട് ഇതാണ് ദൈവം, ഇതാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു 2 തരത്തിൽ. ഒന്ന് റിബല്യസ് സ്പിരിറ്റാണ്, മുടിയനായ പുത്രൻ കാണിച്ചു. രണ്ടാമത്തേത് ദ റിലീജിയസ് സ്പിരിറ്റ്, അതായത് ഞാൻ പറയുന്നതാണ് കറക്റ്റ്. അല്ലേ സഭകളിലെ വഴക്ക്? ഏത് സഭകളിലെ വഴക്കില്ലാത്തത്? ഏത് വീട്ടിലെ വഴക്കില്ലാത്തത്? എന്തിനു പറയുന്നു സഭകളുടെ കാര്യം?
ബിക്കോസ് ദി സ്പിരിറ്റ് ഈസ് റിയലി ദ ഓർഫൻ സ്പിരിറ്റ്. ഈ അനാഥത്വ സ്പിരിറ്റ്, ഞാൻ അനാഥനാണെന്ന് ചിന്തിച്ച് എനിക്ക് വേറൊരാളെ കണ്ണിന് കണ്ടുകൂടാത്ത സ്റ്റേജ് ആകും. ബിക്കോസ് എൻ്റെ ഇൻസെക്യൂരിറ്റി അപ്പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യും. ആ സത്യം മനസ്സിലാക്കാതെ സത്യം പറയുന്നവരെ പോലെ അടിച്ചമർത്തി ഞാൻ പറയുന്നതാണ് എൻ്റെ സഭ മാത്രമേ ശരിയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം തെറ്റേ എന്ന് വിളിച്ചു പറഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തും അല്ല. ഞാൻ പറയുന്ന ഒരു സത്യവചനം അറിയേണ്ട ഒരു വ്യക്തിയെ എൻ്റെ മനസ്സിൽ ഒരു പക്ഷിയെ നന്നായിട്ട് അതിനെ വളർത്തി കൂട്ടിനകത്തിട്ട് വീട്ടിനകത്ത് വളർത്തി കൂട് തുറന്നിട്ടാലും അത് പിന്നെ ഇറങ്ങിപ്പോയിച്ച് തിരിച്ച് കയറി വരും. ബിക്കോസ് ഇറ്റ്സ് സെക്യൂർ. നമ്മളോ കൂട് ഉറപ്പിക്കും, പിന്നെ 4 കെട്ട് കെട്ടും, പിന്നെ 8 കെട്ട് കെട്ടും. ഇതൊന്നും അല്ല ദൈവത്തിൻ്റെ ആത്മാവ്. എന്നാണ് സ്വതന്ത്ര ജീവിതം? ക്രിസ്തുവിൽ പിതാവിനോട് ചേർന്ന് ജീവിക്കും. നമ്മൾ പറയാം മരിച്ചു കഴിഞ്ഞാൽ അല്ല, മരിച്ചു കഴിഞ്ഞിട്ടല്ലെന്ന്. സ്വർഗത്തിലേൻ്റെ ആവശ്യമില്ലല്ലോ, അവിടെ എവരിത്തിങ് ക്യാൻ ബി സീൻ ക്ലിയർലി. ഇവിടെയാണിത് ആവശ്യം. അപ്പോൾ ഈ ദുഷ്ട സ്പിരിറ്റ് ലൂസിഫറിൽ കൂടെ വന്നത്, ആദത്തിൽ കൂടെ വന്നത് ഇന്ന് മനുഷ്യരിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യത്തെ ഓർഫൻ അനാഥൻ ദുഷ്ടപിശാച് തന്നെ. അവൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം അവനെപ്പോലെ അപ്പനില്ലാതെ അവകാശമില്ലാതെ അനാഥനായിട്ട് നമ്മളും ആകണം. അതിനുവേണ്ടി ദൈവം നമ്മളെ ഏൽപ്പിച്ചു. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു, ആകാശത്തെയും ഭൂമിയും സകലത്തിനെയും ഭരിക്കുവാനുള്ള അവകാശം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഭൂമി സന്താന പുഷ്ടിയുള്ളതായിട്ട് ഭൂമി മുഴുവനും നിറയാന്നാണ് ദൈവം ഏൽപ്പിച്ചത്. എവിടെ? അവിടുന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ മറുത്ത് നിന്നതിനാൽ നമ്മൾ പിശാചിൻ്റെ കൂട്ടുനിന്ന് ദൈവത്തോട് റിബല്യസ് ആയി തീർന്നു. അതിനാൽ പരിശുദ്ധാത്മാവ് മാറി നിന്നു. അപ്പോൾ ആ കാലയളവിൽ പരിശുദ്ധാത്മാവ് വരും ക്രിയ ചെയ്യും. കാരണം പരിശുദ്ധാത്മാവിന് ഫുള്ളി ഇവിടെ നിൽക്കാൻ. വി സോൾഡ് ദ എർത്ത് വിച്ച് ഗോഡ് ഗേവ് ടു അസ് ടു ദ ഡെവിൾ. നമ്മളെ ഏൽപ്പിച്ചു. അതായത് എൻ്റെ വീട് ഞാനൊരു കള്ളന് വിറ്റ് കൊടുത്തു, പിന്നെ നാളെ വന്നാൽ കള്ളൻ കയറ്റുമോ? കയറ്റത്തില്ല. ദൈവത്തിനും കയറാൻ വയ്യാത്ത സ്റ്റേജായി. കറക്റ്റല്ലേ? നിയമപരമായിട്ട് ചിന്തിച്ച് വളരെ കറക്റ്റല്ലേ? അപ്പോൾ ദൈവം നമ്മളോട് പറയുന്നത്, ഈ ദുഷ്ടപിശാച് നോക്കുമ്പം ദൈവം ആദവും ഹവ്വായും ദൈവവും കൂടെ എന്നും ഏദൻ തോട്ടത്തിൽ അന്യോന്യം 4 മണിയാകുമ്പോൾ സംസാരിച്ച് നടക്കുന്നപ്പം ലൂസിഫർ വിചാരിക്കുന്നത് എന്നെ കൂടെ എന്താ വിളിക്കാൻ, എന്നെ വിളിക്കാതെ എന്താ മീറ്റിംഗ്? കാരണം സ്വർഗത്തിലെല്ലാ മീറ്റിങ്ങിലും ഞാൻ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം പദവി മാറിയത് അവൻ മറന്നുപോയി. അതുകൊണ്ട് ചതിവിൽപ്പെടുത്തി പിശാച് ആദത്തിനെ ഹവ്വായും തെറ്റിച്ചു. ദൈവം പറുദീസയിൽ നമ്മളെ ഇറക്കി വിട്ടു. ഇന്നും നമ്മൾ വാണ്ടറിങ് പീപ്പിളാണ്. വി ആർ വാണ്ടറിങ്. അറിഞ്ഞോ അറിയാതെയോ ദിനം പ്രതി വാണ്ടർ ചെയ്യുന്ന ഒരു ജനതയാണ് നമ്മൾ. അതുകൊണ്ടാണ് മരിക്കുന്നിടം വരെ നമുക്ക് സ്വസ്ഥത കിട്ടാത്ത ഒരവസ്ഥ ചിലപ്പം കാണും. അൺലെസ് യു ആർ റിയലി സ്ട്രോങ് ഇൻ ദ വേർഡ് ആൻഡ് ഹാവ് എ ഗുഡ് ഫെലോഷിപ്പ്, യു വിൽ ഫോൾ ഡൗൺ. വീഴാൻ സാധ്യതയുണ്ട് ഇപ്പോൾ. അപ്പോൾ ദി ഓർഫൻ സ്പിരിറ്റ് സെൽഫ് ഇറ്റ് സെൽഫ് എഗൻസ്റ്റ് ദ ഫാദേഴ്സ് ലവ്. അതായത് ഈ ഓർഫൻ സ്പിരിറ്റ് പിതാവിൻ്റെ ആത്മാവിനോട് എതിരായിട്ട് നിൽക്കുകയാണ്. സെൽഫ് വിൽ, സെൽഫ് എക്സോൾട്ടേഷൻ, സെൽഫ് എൻത്രോൺമെൻറ്റ് ആൻഡ് സെൽഫ് ഡീഫിക്കേഷൻ. ഞാൻ ദൈവമാണ്, ഞാൻ ദൈവത്തെ, എനിക്കെൻ്റെ ചിന്തയുണ്ട്, ഞാൻ എന്നെ തന്നെ ഉയർത്തും. യെശയ്യാ 14:13-14 എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫിലിപ്പിയൻസിൻ്റെ 2-ാം അധ്യായത്തിൽ എന്നാൽ ഈ ഓർഫൻ സ്പിരിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അനുസരണക്കേടിൻ്റെ മക്കളായി മാറി, സംശയമില്ലല്ലോ. എന്നാൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് യേശുക്രിസ്തു സ്വന്തം പുത്രനായിട്ട് കടന്നു വന്നിട്ട് എങ്ങനെയാണ് ജീവിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി. ആ ഒരു സത്യം അറിഞ്ഞാൽ തന്നെ നമ്മൾ പല ആർഗ്യുമെൻറ്റ്സും അങ്ങ് നിർത്തും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് 2-ാം അധ്യായത്തിൽ 5 തൊട്ടുള്ള വാക്യം വായിക്കാം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഭാവം ആരുടേതായിരിക്കണം? ദൈവപുത്രൻ്റെ. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളുണ്ടായിരിക്കും. അവൻ ദൈവരൂപത്തിൽ, ക്രിസ്തുവിന് സംശയം ഒരിക്കലും ഉണ്ടാകത്തില്ല ദൈവമകനാണ്. പിശാച് വന്ന് 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു, അന്നേരം എല്ലാം വചനം കൊണ്ട് ജയിച്ചു. ഹവ്വായ്ക്കും ആദത്തിനും ചേർന്ന് ഇന്ന് നമുക്ക് ഉപാധി വചനം തന്നെയാണ് ജയിക്കാനുള്ളത്. പക്ഷേ ഈ വചനങ്ങൾ അറിയണം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം തന്നെത്താനെ എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം ഉള്ളവനായി തീർന്നു. ഇവിടാണ് അനുസരണമാണ്. അനുസരണം ബലിയെക്കാട്ടിൽ വലുതായി. കാരണം അനുസരണമില്ലാത്തൊരു ജനതയാണല്ലോ. അനുസരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ
3 വയസ്സുള്ളൊരു കൊച്ചിനെ വിളിച്ചിട്ട് ഈ ഒരു വര വരച്ചിട്ട് എൻ്റെ അപ്പുറത്തോട്ട് കാല് ചവിട്ടരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടം വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വരുന്നുമ്പോൾ അവൻ്റെ കാലപ്പുറത്തായിരിക്കും. ബിക്കോസ് പഠിപ്പിക്കുകയൊന്നും വേണ്ട, ഇറ്റ് ഈസ് ദെയർ. അനുസരണക്കേണ്ട ആത്മാവിലാണ് നമ്മളെല്ലാവരും ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ കർത്താവ് പുത്രൻ തമ്പുരാൻ അനുസരണത്തിന് വേണ്ടി എവിടം വരെ താഴ്ത്തുന്ന ക്രൂശോൾ എന്തിനു വേണ്ടി? നമ്മളെ വീണ്ടെടുക്കാൻ. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും, പിശാചിൻ്റെ ഒന്നുണ്ട്, അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് ഏറ്റുപറയുകയും ചെയ്യും. ഇതാണ് പുത്രൻ്റെ ഡിഫറൻസ്. പുത്രൻ വന്നത് ഈ ഞാനെന്ന ചിന്തയെ നമ്മളെ മാറ്റി വെച്ച് പിതാവിലേക്ക് അടുപ്പിക്കാനാണ്. ആ വാതിലെന്നെ തുറന്നു വെച്ച് ജീവൻ്റെ വഴി തുറന്നു വെച്ചിരിക്കുന്നു. എബ്രായ ലേഖനം മുഴുവനും അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ടു, വാതിൽ തുറന്നു വെച്ച്, ജീവവഴി തുറന്നു വെച്ച്, ഹാബേലിനെക്കാട്ടിലും സംസാരിക്കുന്ന പുണ്യാഹ രക്തമായ ക്രിസ്തു വാതിൽ തുറന്നു വെച്ചു പിതാവിൻ്റെ അടുക്കിലേക്ക് കയറിച്ചാൽ നമുക്ക് ധൈര്യസമേതം. അതുകൊണ്ടാണല്ലേ എബ്രായ ലേഖനം 4 തന്നെ 16. അതുകൊണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി പാപം ഏറ്റെടുത്ത് അനുസരണമുള്ളവനായി അവൻ്റെ മേലായ നാമത്തിന് മുകളിൽ വേറൊന്നില്ല. പിശാചിനെയൊക്കെ തോൽപ്പിച്ച് എപ്പോഴേ കളഞ്ഞു. പക്ഷെ ഇപ്പോഴും നമ്മൾ പിശാചിൻ്റെ തന്ത്രത്തിൽ ഞാനെന്നതിൽ ജീവിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുന്നില്ല. അത് നമുക്ക് മാറ്റി എഴുതാം. അതിന് പറയുന്നത്, എൻ്റെ വചനം കേൾക്കുന്ന അനേക മക്കൾക്ക്, കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്ന കുടുംബങ്ങളിൽ ഐശ്വര്യം വരും. കാരണം വചനം ക്രിയ ചെയ്യാതിരിക്കൂല, അത് ചെയ്തുകൊണ്ടിരിക്കും. ഒരു വലിയ ഒരു ജയഘോഷത്തിൻ്റെ ശബ്ദം കേൾക്കാൻ സമയം, കാഹളനാദം, അത് കർത്താവ് ഉടനടി നമുക്ക് തരട്ടെ. വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് കയറുകയാണ്. സത്യം സ്വതന്ത്രമാക്കുകയാണ്. സത്യത്തിൻ്റെ ആത്മാവ് നിഗളമല്ല, സത്യം വരുമ്പോൾ നമ്മളെ ബലമുള്ളവരാക്കുകയാണ്. കഷ്ടമോ പ്രശ്നമോ ഭാരങ്ങളോ ഒക്കെ വന്നാലും വീട് പാറമേലാവുന്ന ക്രിസ്തുവാകുന്ന പാറമേലാണ് പണിതത് എങ്കിൽ അത് ഉറച്ചു തന്നെ നിൽക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പാറയാവുന്ന ക്രിസ്തുവിൽ വീട് പണിയാൻ പഠിപ്പിക്കണമേ. ഒരിക്കലും ക്രിസ്തുവിൽ ഞാൻ അനാഥനല്ല. എൻ്റെ കൂടെ യേശു ഉണ്ടെങ്കിൽ സ്വർഗം എൻ്റെ കൂടെയാണ്. പിതാപുത്ര പരിശുദ്ധാത്മാവ് ഇബ്രായലേഖനത്തിൽ പറഞ്ഞതുപോലെ എത്രയോ സാക്ഷികളുടെ ഗണങ്ങൾ ചുറ്റും നിൽക്കുന്നു. വിശുദ്ധന്മാർ ഈ ലോകത്തിൽ എത്ര വലിയൊരു സാക്ഷി കണക്കിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സംസാരിക്കുന്നതിൻ്റെ മുമ്പിൽ, ആ സിംഹാസനത്തിന് മുമ്പിലാണ് നമ്മളിപ്പം. 1-ാം കസേര അതാണ്. ആ കസേരയുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കാവ പച്ച. വേറെ വല്ലയിടത്തും ഞങ്ങൾ ആശ്രയിക്കുന്നെങ്കിൽ ആ കസേരയുടെ കാല് മാറ്റണം. 2-ാം കസേര ഞാൻ സെൽഫ്. 3-ാം കസേര ലോകബന്ധം, കൺമോഹം, ജഡമോഹം, ജീവനപ്രതാപം. ഇതെല്ലാം ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി. ഇതെല്ലാം അഴിച്ചു മാറ്റി വെച്ച് ഇതിൽ ഉന്നതമായി നിലനിൽക്കുന്ന ഒരു സമാധാനം ഉണ്ടെന്ന് മനസ്സിലാക്കി നിന്നിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വഴി കാണിച്ചാട്ട് കർത്താവെ, വഴി വെളിച്ചമായിട്ട് വചനത്തിൽ കൂടെ നിരത്തി തരുമ്പോൾ അതിൽ കയറാനുള്ള കൃപയും കൂടി ഇട്ട് തരണമേ. വചനം കഠിനമായിട്ട് തോന്നിക്കാതെ അത് വളരെ ശാന്തമായിട്ട്, വളരെ ശാശ്വതമായ ആ നിലയിലേക്ക്, വളരെ സ്വസ്ഥതയുള്ള വഴിയിലേക്ക് നയിക്കുന്നതായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ കണ്ടവരാരും ബഹളം വെച്ച് ഓടി നടക്കേണ്ട ആവശ്യമില്ല. ഉറച്ചു നിൽക്കാൻ, ക്രിസ്തുവാകുന്ന പാറയിൽ വീട് പണിയാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ആ പാറയിൽ നിന്ന് വെള്ളം തരണം. ആ പാറ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ആ പാറയുടെ ഉള്ളിൽ ഞങ്ങളെ വസിപ്പിക്കണം, കുടുംബമായിട്ട്. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.